നമസ്കാരം. പുത്തലത്ത് രാഘവൻ മാസ്റ്ററുടെ ബോക്സിംഗ് ചരിത്രമാണ് ഇന്നത്തെ വിഷയം. വർഷങ്ങളേറെയായി കോഴിക്കോട് പൂളാടിക്കുന്നിലുള്ള ഈ ബോക്സിംഗ് പരിശീലന കേന്ദ്രം ഒട്ടനവധി കായിക താരങ്ങളെ ദേശീയ തലത്തിൽ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സ്ഥാപകൻ രാഘവേട്ടനെ കുറിച്ചും ബോക്സിംഗ് കേന്ദ്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഒപ്പം ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ദാവീദിലെ രാഘവേട്ടനെ കുറിച്ചും ട്രൂവിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇത് പുത്തലത്ത് രാഘവൻ മാസ്റ്ററുടെ വീട്. കഴിഞ്ഞ 51 വർഷത്തോളം കോഴിക്കോട് പൂളാടിക്കുന്നത്തുകാരുടെ ബോക്സിംഗ് പരിശീലകനായിരുന്നു അദ്ദേഹം. ജില്ലയുടെ നാനാദിക്കിൽ നിന്നും ശിഷ്യരെത്തിയിരുന്ന ഇവിടെ നിന്നും ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് രാഘവൻ മാസ്റ്ററുടെ ശിക്ഷണം വഴി താരങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു യോഗ പരിശീലകൻ കൂടിയായിരുന്നു ഇദ്ദേഹം. വീടിനോട് ചേർന്നുള്ള ജിംനേഷ്യത്തിലാണ് പരിശീലനം ഏർപ്പെടുത്തുന്നത്. പൂളാടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗ്രാമം പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമം തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ അത് പൂളാടിക്കുന്ന് ബോക്സിംഗ് ഗ്രാമം തന്നെ. ഈ കാണുന്ന പോലെ തന്നെ വെരി സ്ട്രിക്റ്റ് നോ കോംപ്രമൈസ്, വെരി സ്ട്രിക്റ്റ് നോ കോംപ്രമൈസ് സ്ട്രിക്റ്റ്. നമ്മൾ പുള്ളിയുടെ ശിഷ്യന്മാരെ നമ്മൾ അതേപോലെ തന്നെ പുള്ളി എന്താണോ നമ്മളെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു. ജിംനാഷ്യത്തിലേക്ക് കയറി കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഒരേ വയസ്സ്, അത് 75 80 ആണെങ്കിലും ഒക്കെ ഒരു 20 വയസ്സുള്ള ആൾക്കാരാണ്. അതേപോലെ പുള്ളി ഇപ്പോൾ ചീത്ത പറയുന്നത് അടിക്കുന്നതും ഒക്കെ എല്ലാം ഒരാൾക്കും പുള്ളി കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുന്ന ശിഷ്യന്മാരൊക്കെ വളരെ ശിരിമുള്ളിയുള്ള ആൾക്കാരായിരുന്നു. ആദ്യം അതേപോലെ ഈ ഒരു ചെറിയ റൂം മാത്രമായിരുന്നു, ഈ ഒരു ഒറ്റ ഓലിട്ട ഒരു ഷെഡായിരുന്നു. ഈ ചെറിയൊരു റൂമിൽ നിന്നാണ് അന്ന് ദേശീയ താരങ്ങൾ അന്തർദേശീയ താരങ്ങൾ ഉണ്ടായത്. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് നീട്ടിയത് വളരെ ചെറിയ. അതേപോലെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ്, അന്ന് റിങ് പോലും ഇല്ല, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇവിടെ കളിച്ചിട്ടാണ് ദേശീയ താരങ്ങളൊക്കെ. ജിജീഷൊക്കെ ഇതിൻ്റെ അകത്ത് കളിച്ചതാണ്, റിങ്ങിലൊന്നുമില്ല. അതെ, മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ളത്, അത് ആയോധന കലയാണ്. ഈ നാടിനെ പഠിപ്പിക്കുക, ഈ നാടിനെ മൊത്തം ഒരു ബോക്സിംഗ് ഗ്രാമമാക്കി അറിയപ്പെടാൻ കാരണമാക്കിയ ഒരു വ്യക്തിയാണ്. ഒരു നാട് മൊത്തം ഒരാളുടെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത് അത് ആ വ്യക്തി ആ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ കർമ്മമായിട്ടാണ്. അവിടുത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ വളരെ ഒരു ഇൻസ്പിറേഷനായിരുന്നു. അവരെ കോച്ചിങ് ചെയ്ത് അതുപ്രകാരം യുഎസിനും എഞ്ചിനീയറിംഗ് കിട്ടിയ കുറേ കുട്ടികളുണ്ട്. ബോക്സിംഗ് കഥ സിനിമയാക്കണമെന്ന് ഒരാഗ്രഹമായിരുന്നു. പിന്നെ അങ്ങനെ 1-2 ആൾക്കാരെ റോള് അവരൊന്നും അല്ല പിന്നെ ജയരാഘവനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഒരു 40% വിജയരാഘവനെ ഇങ്ങനെ മൃതരാഘവനായിട്ട് കൊണ്ടുവന്നാണ് പറഞ്ഞത്.